അത് എല്ലാം കൂടി ആക്കി വെക്കലേ നീ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടുവെക്കുക, കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നേ നമ്മൾ മുഹറം 10 അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മുഹറം 10 സ്വീറ്റൊക്കെ ഉണ്ടാക്കില്ല, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഞാൻ നെയ്യപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലേ നേരത്തെ രാവിലെ തന്നെ ഇത് അരച്ച് വെക്കാം, എന്നാൽ പിന്നെ വൈകുന്നേരം നമുക്ക് ചൂടാകും. ഇത് ഇൻസ്റ്റൻ്റ് അല്ല, അരച്ച് വെച്ചിട്ട് കുറച്ച് സമയമല്ല, നല്ല സമയം അരച്ച് വെച്ചിട്ട്, അതായത് രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ചൂടുന്നത്, അല്ലെങ്കിൽ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചൂടുന്നത്, ആ ഒരു രീതിയിലുള്ള അപ്പമാണ് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കരക്ക് റഫീഖാനോട് രാവിലെ പറഞ്ഞു. അപ്പോൾ റഫീഖ് രാവിലെ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുതരും എന്ന് പറഞ്ഞ് പിന്നെ മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചു, പക്ഷേ പിന്നെ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ മറന്ന് എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് ആ ഒരു സമയത്താണ് കലക്കി വെച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി രാത്രിയിലേ ചുടൽ നടക്കുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ, അതായത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇതും അങ്ങ് ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നടക്കൂല, കുറച്ച് സമയമായിട്ടുള്ളൂ, അരമണിക്കൂർ അങ്ങോട്ട് ആയിട്ടുള്ളൂ, 3/4 മണിക്കൂറായിട്ടുള്ളൂ ഞാൻ അരച്ച് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ആ കിച്ചണിലേക്ക് വന്നു. ഇനി നമുക്ക് രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഫുഡും സ്നാക്സും എല്ലാം ഉണ്ടാക്കാനില്ലേ. ഇന്ന് സ്നാക്സിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല, പക്ഷേ ഞാൻ ഇന്നലെ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അതായത് 2 ഗ്ലാസ്, നിങ്ങൾ 2 കപ്പാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് എടുക്കുക. ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പത്തിരിപ്പൊടി, അത് വറുത്തതാണ് വറുത്തത് അല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, അതിട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുത്തു, നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ, വെള്ളപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാര, മാവിന് ആവശ്യത്തിലുള്ള ഉപ്പ്, 2 കപ്പ് ഉള്ളത് കൊണ്ട് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റില്ലേ, ചെറിയ തരിയില്ല, അത് ചേർത്ത് കൊടുത്തു. പിന്നെ അരിപ്പൊടി എടുക്കുന്ന സെയിം ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, സാധാ പച്ച വെള്ളം കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമുക്ക് മാവൊന്ന് കലക്കിയെടുക്കണ്ടേ, വെറുതെ ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ ഒഴിച്ചിട്ട്, ഇപ്പോൾ ഇത് ഒരു 2 തവണ എനിക്ക് അരച്ചെടുക്കാൻ മാത്രമുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നവരെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ പ്ലാനിങ് ഒക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അപ്പോൾ ഇതാ നല്ല മാവൊക്കെ അരച്ചെടുത്തിട്ട്, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും എല്ലാം പഞ്ചസാരയും ഒക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയില്ലേ, വെള്ളമൊക്കെ ഇത് കറക്റ്റായിരിക്കും. ഇനി പൊടിയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അളവിൽ വ്യത്യാസം വന്നാൽ മാത്രം നിങ്ങൾ ഈ വെള്ളപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു അരപ്പില്ലേ, ആ ഒരു ലൂസില്ലേ, അത്ര കൊണ്ടുവന്നാൽ മതി. ഞാൻ കാണിച്ച ആ ഒരു ലൂസിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ചൂടുന്ന സമയത്ത് അതവിടെ ഇരിക്കട്ടെ. ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ടാണ് അപ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം സമയമുണ്ട് കേട്ടോ. മിക്കവാറും ആ പാത്രം ഞാൻ മാറ്റേണ്ടി വരും, ഇങ്ങനെ പതഞ്ഞ് വന്നിട്ട്. ഇതിപ്പോൾ എന്താ അറിയോ, ഈ തണുപ്പ് സമയത്ത് നമുക്ക് വയനാട്ടുകാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. വെളിച്ചെണ്ണ ഇങ്ങനെ ഉറച്ചിരിക്കും ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ. ഉറച്ചിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര, ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാട്ടാം, ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം സെലക്ട് ചെയ്തിട്ടുള്ളത്, വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ. ഇതാകുമ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ തണുത്തിരിക്കുകയാണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട്, ഉള്ളിലേക്ക് സ്പൂൺ ഇട്ടിട്ട് കോരിയിട്ട് എടുക്കുക. ഉരുകിയിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോൾസിലൂടെ തന്നെ എടുക്കുകയും ചെയ്യാം. 2 കാര്യമുണ്ട്. പക്ഷെ എന്നാലും ഈ തണുത്തുറഞ്ഞ് വെളിച്ചെണ്ണ എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പം ഇന്ന് ഞാൻ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് മതി ഇതിലേക്ക് നെയ്യാണ് കേട്ടോ. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത് നെയ്യ് മാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നെയ്യും രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നെയ്യാണെങ്കിൽ ടേസ്റ്റ് കൂടും, അതാണ് ഈ ഒരു സ്റ്റൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കേണ്ട, വെളിച്ചെണ്ണ എടുത്തോ. ഇനി ഒരു സവാള നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഇടുന്ന ആ ഒരു ഗോൾഡൻ ഫ്രൈ ആക്കൂലേ, അതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഒരു കാഷ്യൂനട്ടും കിസ്മസും ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഞാൻ അവസാനം പറഞ്ഞു തരാം, ആ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കര രസമാണ്. ഒരു സിമ്പിൾ സ്റ്റൂ ആണ്, പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. മുഹറം 10-നില്ലേ പണ്ട് മുതലേ നമ്മളെ വീട്ടിലൊക്കെ നെയ്യപ്പം അല്ലെങ്കിൽ പായസം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മധുരം ഉണ്ടാക്കട്ടെ എന്തെങ്കിലും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അടയില്ലേ, മധുരമൊക്കെ ഇട്ടിട്ടുള്ള ശർക്കരയൊക്കെ ഇട്ടുള്ള അട, അതെങ്കിലും ഉണ്ടാക്കട്ടെ. അങ്ങനെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും നല്ല ഫുഡൊക്കെ ആസ് യൂഷ്വൽ എന്തായാലും ഉണ്ടാക്കുമല്ലോ. പിന്നെ എക്സ്ട്രാ ഇങ്ങനെ പായസമോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അന്നത്തെ ദിവസം നമ്മളിപ്പോൾ അത് കഷ്ടപ്പെട്ട് കഴിക്കുമൊന്നുമില്ല, കാരണം നമ്മൾ എല്ലാം കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മളത് കഴിച്ചു എന്ന് വരില്ല. നമ്മളൊക്കെ കുട്ടികളാകുന്ന സമയത്ത് പ്രത്യേകിച്ച് കഴിക്കൂല. ഇപ്പം അല്ലേ അപ്പത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വരിക. പക്ഷെ അത് നമ്മൾ പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് രാവിലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു ഓർമ്മ ഇങ്ങനെ വരും നമുക്ക് ഈ മുഹറം 10 ഒക്കെ ആകുന്ന സമയത്തെ. പിന്നെ ഇതാ ഞാൻ 2 സവാള എടുത്തു നമ്മൾ കറിയിലേക്ക്, സ്റ്റൂവിലേക്ക്. അപ്പോൾ അതിലുള്ള നെയ്യോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ. സവാള, പച്ചമുളക്, നമ്മൾ സാധാ അതിലേക്ക് എടുക്കുന്ന അത് തന്നെ, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ഒന്ന് ഞാൻ ചതച്ചിട്ടതാട്ടോ. അതാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. പേസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ആ ഒരു സമയമല്ലേ ഞാൻ കറിവേപ്പില പറിച്ചത് തീർന്നു പോയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കട്ടെ. സാധാരണ ഞാനിത് പറിച്ചിട്ട് കണ്ടെയ്നറിൽ കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് എടുത്ത് വെക്കല്ലോ കേട്ടോ, പെട്ടെന്നുള്ള യൂസിനൊക്കെ. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഇപ്പോൾ പറിക്കേണ്ട ആവശ്യം വന്നത്. ഇന്നിപ്പോൾ വലിയ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. രാവിലെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ടുണ്ടായിരുന്നു, ചാറ്റൽ മഴയുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അത് കണ്ടില്ലേ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ്. വലിയ വെയിലും ഇല്ല മഴയും ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ നിൽക്കുന്നത്. തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റഫീഖ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്, വാവത അവിടെ ഉണ്ട് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ട്. ചിലർ ചോദിക്കലുണ്ട്, ഞാനും വീഡിയോ എടുത്ത് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ എടുത്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ അവിടെയും ഇവിടെയും ഒന്നും ഞാൻ കാണിക്കൂല. അങ്ങനെ കാണിക്കൂല മീൻസ് അതിലുള്ളത് അങ്ങ് കാണിച്ച് പോവാട്ടെ ചെയ്യും. ചിലപ്പോൾ പറയാനും വിട്ടുപോകും. അപ്പോൾ ചിലർ ചോദിക്കലുണ്ട്, വാവ ഇല്ലേ അവിടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോകുന്നതാട്ടോ. അതങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ചിലപ്പം പുതിയ വ്യൂസ് ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്, ആവാം. അങ്ങനെ നമ്മൾ കറിവേപ്പിലയൊക്കെ പറിച്ചു. ഇനി ഇതാ നമ്മൾ സവാള ജസ്റ്റ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ സാധാ സ്റ്റൂ പോലൊക്കെ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു എഗ് സ്റ്റൂ കാണിച്ചിട്ടില്ലേ, അപ്പോൾ അത് ഉണ്ടാക്കിയവർക്ക് ഇതിൻ്റെ റെസിപ്പി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആ രീതിയിൽ ചിക്കൻ വെച്ചിട്ട്, ബീഫ് വെച്ചിട്ട്, മട്ടൺ വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, ഏത് രീതിയിൽ ചെയ്താലും. എഗ്ഗ് വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാൻ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടി, അത് 2 എത്ര നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടാൽ അതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഉലുവ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ട് കൂടി പോകരുത് കേട്ടോ, കയ്പ ടേസ്റ്റ് വരും. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈസിയാണ്, നമ്മൾ അപ്പത്തിന് ഇന്ന് അരച്ച് വെച്ചത് കൊണ്ടും അതിന് വലിയ പണികളൊന്നുമില്ല. അതുപോലെ തന്നെ സ്റ്റൂ ആണ്, ഇനി തേങ്ങാപ്പാൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കേണ്ട പണിയേ ഇതിനും ഉള്ളൂ കേട്ടോ. പിന്നെ മെയിൻ ഡിഷ് ഞാനങ്ങ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്നാക്സ് എന്തുണ്ടാക്കണം ചിന്തിച്ചിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സമയത്തിനനുസരിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ കിച്ചണിൽ നിന്നപ്പം ഉന്നക്കായി ഉണ്ടാക്കിയാലോ എന്ന് തോന്നിയിട്ടാ. കുറേ നാളായിട്ട് ഉന്നക്കായി ഉണ്ടാക്കിയിട്ട് റഫീഖയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും എരിവുള്ളതും വേണ്ടേ, അപ്പോൾ കുറച്ച് സമൂസ നമ്മൾ സ്റ്റൂവിലേക്ക് ഇട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പീസ് ചിക്കൻ, ഒരു മറ്റേ എല്ലില്ലാത്ത പീസ് ചിക്കനില്ലേ, അതങ്ങ് എടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ സമൂസയിലേക്കുള്ള മസാല ഉണ്ടാക്കിയിട്ടെടുത്തു. ഇതൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുള്ളതുണ്ട്, അതാണ് കാണിക്കാത്തത്. പിന്നെ സമൂസ ലീഫ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ നോമ്പിന് വാങ്ങിച്ച സമൂസ ലീഫാട്ടോ ഇത്. അത് എന്തായാലും അതവിടെ ഉണ്ടല്ലോ, പിന്നെ അത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട്. സമൂസ പിന്നെ അടിപൊളിയല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത്.
അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ പാനിലേക്ക് ഇട്ടിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അരിഞ്ഞിട്ടു. അതൊന്ന് ജസ്റ്റ് കുക്കായി വന്നപ്പോൾ അതിലേക്ക് കുക്കാകുന്നതോട് കൂടിയിട്ട് ഒരു സവാള ഇട്ട് കൊടുത്തു, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അങ്ങോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് മസാല മിക്സ് ആക്കിയിട്ട് എടുത്തു. അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ സമൂസ മസാലയാണ്. പക്ഷേ ഈ ചിക്കൻ്റെ കൂടെ നമ്മൾ സവാള ഇട്ടുകൊണ്ട്, അതായത് ചിക്കൻ വേവുന്നതിൻ്റെ കൂടെ സവാള ഇട്ടിട്ടുള്ള മസാല ഉണ്ടാക്കുമ്പോഴല്ലേ സാധാരണ നമ്മൾ അല്ലാതെ ചിക്കൻ പൊടിച്ചിടുന്നതിനേക്കാളും സമൂസക്ക് ഭയങ്കര ടേസ്റ്റാട്ടാ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സമൂസയൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തത്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെയൊക്കെ സ്നാക്സ് ഐറ്റം എല്ലാവരും കഴിക്കും. പിന്നെ കേടുവരുന്ന സാധനമല്ല. പിന്നെ ഉന്നക്കായൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ. ഞാനങ്ങനെ അതൊന്നും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരാളല്ല കേട്ടോ. സ്നാക്സേ എപ്പോഴും ഉണ്ടാക്കുന്ന ആളേ അല്ല ഞാൻ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ടൊക്കെ എടുക്കട്ടെ. തേങ്ങ ഞാൻ ഇങ്ങനെ സാധാ പോലെ ഭയങ്കര റോസ്റ്റാക്കിയിട്ടല്ല എടുത്തേട്ടാ. തേങ്ങ പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു എന്താ പറയുക 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടുപ്പിലേക്ക് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും എന്നിട്ട് തിളച്ച് വെറ്റി വരുന്ന സമയത്ത് കുറച്ച് നെയ്യിട്ടിട്ട് ഇളക്കിയെടുത്തു. അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ മസാല. എനിക്കിങ്ങനെ സാധാ നമ്മൾ റോസ്റ്റ് ചെയ്ത് ചെയ്യുന്ന മസാലയല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒരു വേറൊരു ടേസ്റ്റായിട്ട് തോന്നിയേ. അപ്പോൾ അത് ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഉന്നക്കായ് പിന്നെ ഈസിയാണ്. നമ്മൾ പഴം ഒന്ന് വേവിച്ചുടച്ചെടുക്കേണ്ട കാര്യമുള്ളൂ. നറുക്കലും പിന്നെ അത് പൊരിക്കലും കാര്യങ്ങളൊന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല. നല്ല പഴമാണെങ്കിൽ ഉന്നക്കായ്ക്ക് നമ്മൾ ഒരു പേടിയും പേടിക്കണ്ട, ബാക്കിയെല്ലാം അങ്ങ് കറക്റ്റായിട്ട് നടന്നോളും. പഴം നല്ലതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറേ പണിയെടുക്കേണ്ടി വരും. ഏട്ടത്തി ഇന്നലെ, അതായത് മുഹറം 9 ഉന്നക്കായ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പൂമോളയും വാവനൊക്കെ നോമ്പ് തുറക്കാൻ വിളിച്ചപ്പോൾ വാവ നാട്ടിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നോമ്പിന് അവരുണ്ടാവില്ലല്ലോ നോമ്പ് തുറക്ക്, അങ്ങനെ ഓള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഉന്നക്കായ്ക്ക് എന്തെല്ലോ ഇറച്ചിപ്പത്തിരി നമ്മളെ ചൊറപ്പത്തിരി കട്ട്ലറ്റെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഉന്നക്കായും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം പുഴുങ്ങിയിട്ടൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തപ്പോൾ പഴം ഇങ്ങനെ പൊടിയായിട്ട് പോകുന്നത്, ഇങ്ങനെ റൗണ്ടാക്കാൻ ഇങ്ങനെ റോളാക്കാനൊന്നും പറ്റുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. പഴം നന്നില്ലെങ്കിൽ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല, പൊട്ടിപ്പോവും, ഈ വളവളാന്നായിപ്പോവും, കറക്റ്റ് പഴുപ്പല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് പോവില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഉന്നക്കായ് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ടേ. ഇനി സമയമായിട്ടുണ്ട് കേട്ടോ, ഏകദേശം സമയമായിട്ടുണ്ട്. ഞാൻ പിന്നെ നേരത്തെ കിച്ചണിലേക്ക് വന്നിട്ട് പണിയെടുക്കൂലല്ലോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അപ്പം എന്തായാലും രാത്രി ചൂടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ മെയിൻ അപ്പം ഉണ്ടാക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ വിചാരിച്ചു നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്നു. കാര്യം നമുക്ക് സമയമുണ്ടല്ലോ. മറ്റേ സാധാരണ നോമ്പിനെന്ന് പറയുമ്പോൾ നമുക്ക് തറാവി നിസ്കരിക്കാൻ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, റിലാക്സ് അല്ലേ. അപ്പം ഞാൻ സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന പോലെ നമ്മൾ നിസ്കാരവും ഓതലെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടത് ചുട്ടെടുക്കാമെന്നാട്ടോ വിചാരിക്കുന്ന അപ്പം. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്തായാലും വേഗം ആക്കിയിട്ടെടുക്കണ്ട, അപ്പോൾ വലിയൊരു തിരക്കില്ല എന്തായാലും. ഇത് രണ്ടും ആക്കിയിട്ട് പിന്നെ ചായ അങ്ങനത്തതൊക്കെ ആക്കട്ടെ വേഗം. ഇനി നമ്മൾ സമൂസയും കൂടെ ആദ്യം നമ്മൾ മധുരമുള്ളത് ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടു, പിന്നെ സ്പൈസി ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായ്ക്ക് ചെറിയ സമൂസേൻ്റെ ടേസ്റ്റ് വരും, അതായത് ഒരു ചെറിയ സ്പൈസി അല്ലെങ്കിലും ചെറിയ ആ ഒരു ഫീല് വരും. വൈകിട്ടല്ലേ കൊണ്ടുവന്നത്, രാത്രി ചൂടാൻ പറ്റുള്ളൂ. പോയി വന്നിട്ട് അതിന് ഒരു തട്ടസമില്ല. ഓറാ ഞാൻ ഇതിൽ പറയട്ടോ. ഇങ്ങനെ പറഞ്ഞേ ഇന്ന് എന്നിട്ട് ആവില്ലല്ലോ. അയ്യോ അത് എല്ലാം കൂടി ആക്കി വെക്കലേ നീ. ഇതെല്ലാം വെപ്പിക്കലാണല്ലോ, ഇവിടെയൊക്കെ തല്ലി ചുറ്റി. അപ്പോൾ കേട്ടല്ലോ അല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ എന്തെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയാണത്.
ഇത്തപ്പ എടുത്ത് വെച്ചോ. ആ ഞാൻ കഴുകി വെച്ചു തരാം. വീഡിയോ കഴിക്കൂലേ? ഡെക്കറേഷൻ റഫീഖ് ഇന്ന് കുറച്ച് നേരത്തെ വന്നു കേട്ടോ, ഒരു അരമണിക്കൂർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നാൽ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറേ ഇങ്ങനെ നമുക്ക് ക്യാമറ മാറ്റി മാറ്റിയൊക്കെ കൈകാര്യം ചെയ്യേണ്ട. അപ്പോൾ അത് ഒന്നുകിൽ വീഡിയോൻ്റെ സഹായം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ എപ്പോഴും അല്ല, ചില സമയത്ത് ഒരു കോളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. പിന്നെ അവർക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കലേക്കും പണി. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട് കേട്ടോ, എപ്പോഴും കിട്ടൂല. കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. നമ്മൾ നോമ്പ് തുറക്കട്ടെ. നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ചില്ലേ, അതെല്ലാം മാവെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. സമയം ഉണ്ടെങ്കിൽ വെച്ചോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 1 മണിക്കൂർ മതി. പിന്നെ ഞാനത് അരച്ച് വെച്ച പാത്രം ചെറുതായിരുന്നല്ലോ, അതിൽ നിന്ന് അത് പൊങ്ങി ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ മൊത്തമായി ഞാനത് പിന്നെ നീറ്റാക്കിയിട്ട് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പം മുകളിലേക്ക് വന്നിട്ട് നന്നായിട്ട് പൊങ്ങിപ്പോയിന്ന്. പിന്നെ ഞാൻ ഈ പാത്രത്തിലേക്കാക്കി മാറ്റുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ മാവെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മാവ് കൊണ്ട് നമുക്ക് വെള്ളപ്പം ചൂടാം, അല്ലാണ്ട് ഞാനിപ്പോൾ ചുടാൻ പോകുന്ന അതും ചൂടാട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പം അത് മറന്നുകൊണ്ടാം. പിന്നെ ഞാൻ മകരവിന് നമസ്കാരം എൻ്റെ ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നത്. ഇനിയിപ്പോൾ ഫുഡ് നമ്മൾ അതൊക്കെ കഴിച്ചതുകൊണ്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ബാറ്ററിൽ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി ഒന്നുമില്ല, നമ്മൾ പാൻ ചൂടാകുമ്പോൾ, അതായത് അപ്പച്ചട്ടി ചൂടാകുന്ന സമയത്ത് മാവ് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, ഈ ഒരു അളവിൽ. ഇത് ചെറിയ തവിയാണേ, അതുകൊണ്ടാണ് ഞാൻ 2 തവി ഒഴിച്ച് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഏറ്റവും കുറവ് ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, കുറേ സമയമൊന്നും വേണ്ട. നമ്മൾ അപ്പാകുന്ന ആ ഒരു ടൈം തന്നെ മതി. ചെറുതാന്ന് വിചാരിച്ചിട്ട് കുറേ ടൈം വേണമെന്ന് വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ ആവും. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല പൊങ്ങ് പോലെ നല്ല രസമാണ് കാണാൻ, ഇങ്ങനെ പഞ്ഞി പോലെ ആയിട്ട് കഴിക്കാനും അടിപൊളിയാട്ടോ. നല്ല ടേസ്റ്റും. നമ്മൾ അപ്പം ചൂടും, പക്ഷേ ഇതൊരു വെറൈറ്റി. നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഒരു പാർട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ അങ്ങനെ തോന്നും. നമുക്ക് തന്നെ ഒരു ഇഷ്ടം വരും കേട്ടോ, അത് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ സ്റ്റൂവും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ചിക്കനൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ നമ്മളെ ഒറ്റപ്പാൽ ഒരു ഹാഫ് തേങ്ങേൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഒറ്റപ്പാൽ അത്ര മതി, കുറച്ച് തിക്കാക്കിയിട്ട് തന്നെ എടുത്താൽ മതി. അതങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റൂവില്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട് 1/2 മണിക്കൂറെങ്കിലും അവിടെ അടച്ച് വെച്ചോട്ടോ. അപ്പോഴാണ് കറക്റ്റ് ഫ്രൈ ചെയ്ത സവാളേൻ്റെ ഫ്ലേവറും കാഷ്യൂനട്ടിൻ്റെ കിസ്മിസിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് മറന്നു പോകണ്ട. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഓഫാക്കി കൊടുക്കാം. ഇനി വെളിച്ചെണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ആദ്യം സവാള വഴറ്റിയിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തേങ്ങാപ്പാൽ കുറച്ച് തിക്കാക്കിയിട്ട് എടുത്തോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് പോയി കഴിഞ്ഞാൽ ടെൻഷനൊന്നും ആവണ്ട. ഒരു 5 കാഷ്യൂനട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തോ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു സ്റ്റൂ ആണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് ലൂസായിട്ടൊന്നും പോകില്ല, തേങ്ങാപ്പാലല്ലേ, ചെറുതായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ചുട്ട് ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ശരിക്കും ഇത് ഞാനാണെങ്കിൽ 2 എണ്ണം, റഫീഖാണെങ്കിൽ ഒരു 3 എണ്ണം, അത്രയും മതി കേട്ടോ. നമ്മൾ അപ്പം കഴിക്കുന്ന ആ ഒരു തന്നെ, കാരണം അത്രയും മാവ് നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, ഉൾഭാഗമൊക്കെ നോക്കും നല്ല പൊങ്ങ് പോലെയായിട്ടുള്ളത്, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ബീഫ് വരട്ട്, ചിക്കൻ മുളകിട്ടത്,
ചിക്കൻ ഇതുപോലെ ഞാൻ സ്റ്റൂ ഉണ്ടാക്കിയേ ഉള്ളൂ. ഇതൊക്കെ ഇതിന് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. ട്രൈ ആക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകാം. ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് എപ്പോഴും അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചേഞ്ച് ആക്കി കൊടുത്തു നോക്കുക കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ സ്നാക്സ് ബോക്സിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് അപ്പം കൊടുത്തു വിട്ടാൽ ചിലപ്പം അതിങ്ങനെ ഹാർഡായി ഒരു വേറെ രീതിയിലാവും. പക്ഷേ ഇത് അങ്ങനെയാവില്ല കേട്ടോ, സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ രാത്രി ആയിട്ട് അത്യാവശ്യം സമയം കിട്ടിയല്ലോ. അപ്പം ഞാൻ നല്ല ടൈറ്റായിട്ട് ഇതിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക, എന്നാലും തിക്കായിട്ട് തന്നെ കേട്ടോ വേണ്ടത്. ഞാൻ കാണിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ബാറ്റർ ശ്രദ്ധിച്ചാൽ മതി. ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ശർക്കരപ്പാനി ബാക്കി ഉണ്ടെങ്കിൽ അത് ചെറിയ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ, ഓവർ ചൂടല്ല, തണുത്തതും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ. ഇതാണ് നമ്മളെ അപ്പത്തിൻ്റെ മാവ്, ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് വ്യൂസ് നമുക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, ട്രൈ ആക്കി നോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ട് ഷോർട്സൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നല്ലൊരു എന്താ പറയുക, ക്ലിയർ ആവും നിങ്ങൾക്ക് അപ്പം. പിന്നെ എണ്ണയൊക്കെ ചൂടായി വന്നു. അതിനുശേഷം ഒരുപാട് തവി ഇങ്ങനെ നിറച്ച് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു പാകത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അപ്പമൊക്കെ നമുക്ക് ഇനി എത്ര ബാറ്ററൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നാലും നമുക്ക് ചുടുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വരണം, പക്ഷെ അത് വിചാരിച്ച് ചൂടായി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഞ്ഞു പോകുന്ന ആ രീതിയിലേക്കും ആവരുത്. അപ്പോൾ അപ്പം നന്നായിട്ട് കിട്ടൂല കേട്ടോ. എന്നിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് ചെറുതായിട്ട് മാറ്റിയിട്ട് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു തീൻ്റെ കാര്യം കൂടെ ഒന്ന് നമ്മൾ പഠിച്ചെടുക്കണം കേട്ടോ. അതൊരു നാക്ക്, നമ്മൾ ഉണ്ണിയപ്പാണെങ്കിൽ നെയ്യപ്പാക്കണ എല്ലാം ആണെങ്കിലും നമുക്കൊരു നാക്ക് ഉണ്ടാവുമല്ലോ, അത് ചുട്ട് നമുക്കൊരു ഇതായിട്ട് വരണം. അതൊക്കെ കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ പോയിട്ട് നെയ്യപ്പം ഉണ്ടാക്കി ഞാൻ എൻ്റെ നെയ്യപ്പം അടിപൊളി, എൻ്റെ നെയ്യപ്പം പെർഫെക്റ്റ്, അങ്ങനെയല്ല. അത് പെർഫെക്റ്റ് ആവും, പക്ഷെ അടുത്ത പ്രാവശ്യം ചുടണം, അത് ചുടുമ്പോൾ അത് പെർഫെക്റ്റ് ആവണം എന്നില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ ചെയ്ത് തന്നെയാട്ടോ ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റാം. നല്ലൊരു റെസിപ്പി നമുക്ക് കിട്ടും ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ തന്നെയാണ് ഞാനും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഫ്ലോപ്പായിട്ട് പോകുന്ന ഒരു സംഭവമായിരുന്നു നെയ്യപ്പം. നിങ്ങൾക്ക് തന്നെ ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ടാണ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടാവുക. പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ ഒരുപാട് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്ത് പരീക്ഷിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ള എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഒരുപാട് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പണ്ട് ഉണ്ടാക്കിയിരുന്നു. ഈ ഷേപ്പൊക്കെ വരും, പക്ഷേ ഹാർഡായിരിക്കും, അങ്ങനെയായിരിക്കും. ചിലപ്പം ഷേപ്പേ ഉണ്ടാവില്ല, കാരണം നമുക്ക് ഈ ഫ്ലെയിമും കാര്യങ്ങളൊന്നും കറക്റ്റ് നോക്കാതെ ഒക്കെ അറിയില്ലല്ലോ. ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മമാരെ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അത് ചുട്ടിട്ടും കണ്ടിട്ടും അവർക്ക് അറിയാം. അതാണ് കേട്ടോ അതിലെ കാര്യം. അപ്പോൾ നന്നാവാത്തവരൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക. അത് നന്നായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എൻ്റെ നല്ല ഡാർക്ക് ശർക്കരയായിരുന്നു കേട്ടോ, അതാണ് നല്ല ഡാർക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടോടെയാണ്. അപ്പം ഞാൻ കാസറോളിൽ ഇങ്ങനെ വലിയ ചൂടൊന്ന് പോയതിന് ശേഷം കാസറോളിലിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. ഒന്നുകൂടെ ഒന്ന് നല്ല സോഫ്റ്റ്, നല്ല പദം വരും. എനിക്ക് ചുട്ടെടുക്കാൻ ഇഷ്ടം ഉണ്ണിയപ്പമാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു ഇതിനനുസരിച്ച് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. നെയ്യപ്പം അങ്ങനെയല്ലല്ലോ, ഓരോന്ന് ഒഴിച്ച് ചുട്ടെടുത്ത് അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ ഞാൻ അധികം ഉണ്ടാക്കുക ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ. ഇവിടെ പിന്നെ റഫീഖക്ക് അല്ലാത്ത സമയം നെയ്യപ്പം എന്നൊക്കെ പറഞ്ഞാലും ഈ നമ്മളെ പെരുന്നാൾ അങ്ങനത്തെ വരില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യപ്പെട്ട ആഘോഷം അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഉണ്ണിയപ്പത്തിനാട്ടോ പറയുക. ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കോ എന്നാണ് പറയുക, നെയ്യപ്പം ഉണ്ടാക്കിക്കോ എന്ന് പറയൂല. അപ്പം നമ്മൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കൂടുതലും കാണുക ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് തന്നെയാവും അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ആ ഒരു നെയ്യപ്പത്തിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കും. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരും നമ്മളെ കയ്യിലേക്ക്. അങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ ഒരു തരിയില്ലേ, ആ തരിയൊക്കെ വേണം കേട്ടോ. അത്യാവശ്യം ഉണ്ണിയപ്പത്തിന് ഫൈനായിട്ട് അരയണം, പക്ഷെ നെയ്യപ്പത്തിൽ കുറച്ച് തരിയൊക്കെ വേണം. അപ്പോഴാണ് നമുക്ക് അങ്ങനെ മുറിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലൊക്കെ കിട്ടുക കേട്ടോ. നല്ല ഉള്ളിലൊക്കെ സംഭവമുള്ള നെയ്യപ്പം കിട്ടുക, പെർഫെക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അത് സെറ്റ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ റഫീഖ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ തിരിച്ച് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. നമ്മൾ അപ്പവും സ്റ്റൂ എല്ലാം കൂട്ടിയിട്ട് കഴിക്കട്ടെ. കിടിലൻ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ, ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.